നമസ്കാരം ഫ്രണ്ട്സ്. ഞാനിന്ന് നിങ്ങളെ കുറച്ച് വെറൈറ്റി പവർ സപ്ലൈകളാണ് പരിചയപ്പെടുത്തുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കണക്ഷനകത്തൂടെ ഉള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു 2-3 ടൈപ്പ് പവർ സപ്ലൈ. അപ്പോൾ അതിനകത്ത് ഞാൻ ആദ്യത്തെ പവർ സപ്ലൈ എടുക്കാം. ഇവിടെ ആദ്യത്തെ പവർ സപ്ലൈ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മളുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ആളുകളാണെങ്കിൽ അതിനകത്ത് നമ്മൾ ഈ 12 വോൾട്ടിൻ്റെ ഡ്യുവൽ സപ്ലൈ ഒക്കെ എടുത്തിരിക്കുന്നത് മിക്കവാറും ഈ ഒരു പവർ സപ്ലൈ വെച്ചിട്ടാണ്. അതായത് ഒരു 5 ചാനൽ ബോർഡിന് വേണ്ടി അത്യാവശ്യം പവറുള്ള ബോർഡുകൾക്കൊക്കെ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു പവർ സപ്ലൈ ആണിത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോയ്സോ കാര്യങ്ങളോ ഒന്നും ബോർഡുകൾക്കുണ്ടാവില്ല. നല്ല സ്റ്റേബിളായിട്ടുള്ള ഒരു പവർ അല്ലെങ്കിൽ വോൾട്ടേജ് അതിന് കിട്ടും. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 4700 മൈക്രോ ഫാരഡിൻ്റെ 35 വോൾട്ടിൻ്റെ 4 കപ്പാസിറ്ററാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നോക്കിയാൽ കാണാം 6 ആമ്പിയറിൻ്റെ 6 ആമ്പിയറിൻ്റെ 4 ഡയോഡുകളും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കണക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് 40-0-40 വരെയുള്ള ഔട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. അതായത് പ്ലസ് 0 മൈനസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇവിടെ നിങ്ങൾക്ക് 12-0-12 മുതലൊക്കെയുള്ള ഏത് AC ഇൻപുട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാം. ഇതിൽ 27-0-27 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാം. അതിൻ്റെ ഔട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇവിടെ മറ്റൊരു ഇത് AC ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതും അതേപോലെ തന്നെ 12 വോൾട്ട് തൊട്ട് ഒരു 15-18 വോൾട്ട് വരെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ AC കൊടുക്കാം. AC കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് അതും ഇതുപോലെ തന്നെ റെക്ടിഫൈ ചെയ്തതിന് ശേഷം ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വോൾട്ടേജായിട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതായത് ഇവിടെ ഒരു AC ഇൻപുട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരു ഡ്യുവൽ സപ്ലൈ ഒരു 12-0-12ൻ്റെ ഒരു നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു -12 0 +12 അങ്ങനെ ഏതെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ഡ്യുവൽ പവർ സപ്ലൈ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ആ ഒരു കൊടുക്കുന്ന AC വോൾട്ടേജിൽ നിന്ന് ഇവിടെ നമ്മളൊരു റെഗുലേറ്റർ IC നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് ഈ കൊടുത്തിരിക്കുന്നത് 78-12ൻ്റെയാണ്. നിങ്ങൾക്ക് ഇവിടെ 78-12ന് പകരം 78-05 09 06 ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. ഇടുന്നതിൻ്റെ അനുസരിച്ച് ഉള്ള പവർ സപ്ലൈ ഒരു DC ഔട്ട് ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് അതായത് ഒരു ഡ്യുവൽ നിങ്ങൾക്ക് ഇവിടെ ഒരു AC 12-0-12ൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ ഒരു +12 0 -12 അതുകൂടാതെ തന്നെ ഒരു പ്ലസ് മൈനസ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. അതായത് DC 12 വോൾട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ അതിനകത്ത് നമ്മളിവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 കപ്പാസിറ്റർ, ഒരു 1000 MFDയുടെ ഒരു 25 വോൾട്ടിൻ്റെ 2 കപ്പാസിറ്ററും ഒരു ഫ്യൂസ് ഹോൾ റെസിസ്റ്റർ, അതുപോലെ തന്നെ ഒരു 2 സെനോ ഡയോഡും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെനോ ഡയോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷനാണ്, ഒരു ഫ്യൂസായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഈ സെനോ ഡയോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റിമോട്ട് കിറ്റിലേക്കോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് മൊഡ്യൂളിലേക്കോ ഒക്കെ ഇവിടെ നിന്ന് സപ്ലൈ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതെടുക്കുന്ന സമയത്ത് വെച്ചാൽ നോയ്സൊന്നും ഉണ്ടാവാൻ ഉള്ള ചാൻസ് വളരെയധികം കുറവാണ്. നോയ്സ് ഇല്ലെന്ന് തന്നെ പറയാം. അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു പവർ സപ്ലൈ ആണിത്. ഇത് കുഴപ്പമില്ലാത്ത നല്ലൊരു PCBയിലൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പവർ സപ്ലൈയുടെ ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇനി നമുക്കിനി അടുത്ത പവർ സപ്ലൈ നമുക്കെടുത്ത് നോക്കാം. അടുത്തൊരു പവർ സപ്ലൈ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഡ്യുവൽ പവർ സപ്ലൈ ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ AC വോൾട്ടേജ് ഇപ്പോൾ ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് 4750 വോൾട്ടിൻ്റെ കപ്പാസിറ്ററും ഒരു ബ്രിഡ്ജും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 12-0-12 അല്ലെങ്കിൽ 27-0-27 ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ഒരു 5 ആമ്പിയർ വരെയുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഡ്യുവൽ സപ്ലൈയുടെ ഔട്ട് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു 12-0-12 AC കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 3 DC വോൾട്ട്, അതായത് ±3 അടുത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതൊരു 12 വോൾട്ടും ഒരു 5 വോൾട്ടും ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഇപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളിനോ അല്ലെങ്കിൽ റിമോട്ട് കിറ്റിനോ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കൊരു BT ബോർഡോ ഒക്കെ കൊടുക്കണമെങ്കിലൊക്കെ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഒറ്റ സപ്ലൈ തന്നെ എടുക്കാൻ പറ്റും. ഇതും നല്ല ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള PCBയിലൊക്കെ ചെയ്തിരിക്കുന്ന ഒരു പവർ സപ്ലൈ ആണ്.
ഇനി അടുത്ത ഒരു പവർ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ എന്താ പറയുക, നമ്മൾ ആദ്യം കാണിച്ച ആ പവർ സപ്ലൈക്കാളിലും കുറച്ചുകൂടി പവറുള്ള ഒരു പവർ സപ്ലൈ ആണ്. അതായത് ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് 4700 മൈക്രോ ഫാരഡിൻ്റെ 50 വോൾട്ട് കെൽട്രോണിൻ്റെ കപ്പാസിറ്ററാണ് ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിൽ പിന്നെ 6 ആംപിയറിൻ്റെ ഡയോഡാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. 6 ആംപിയർ ഡയോഡാണ്. ആദ്യത്തെ പവർ സപ്ലൈയിലും അത് തന്നെയായിരുന്നു. ഇവിടെ നിങ്ങൾ ഒരു 27027 അല്ലെങ്കിൽ 12012 ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഒരു 5 to 6 ആംപിയർ വരെയൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും. ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡ്യുവൽ സപ്ലൈയുടെ തന്നെ ഇതിൻ്റെ ഇത് ഡ്യുവൽ സപ്ലൈ നിങ്ങൾക്ക് ഔട്ട് എടുക്കാവുന്നതാണ്. പ്ലസ് 0 മൈനസ് അങ്ങനെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് മറ്റ് 2 ബോർഡുകളിലും കാണിച്ചതുപോലെ അതിൽ കാണിച്ചത് 12012 ആയിരുന്നു. അതായത് ഇവിടെ ഒരു AC സപ്ലൈ ഉണ്ട്, അതേപോലെ തന്നെ AC സപ്ലൈ ഇവിടെയും 12012 AC സപ്ലൈ ആയിരുന്നു. പക്ഷേ എന്നാൽ ഇതിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 012 ആണ്. അപ്പോൾ 012 ട്രാൻസ്ഫോമർ, അതിൻ്റെ ഒരു ടാപ്പിംഗ് 012 നിങ്ങൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു 12 വോൾട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടും, ഔട്ട് നിങ്ങൾക്ക് കിട്ടും. ഈ 12 വോൾട്ടിന് പകരം നിങ്ങളിപ്പോൾ ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് 78 ഇതിൽ ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 7812 ആണ്, 7812 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു റെഗുലേറ്റർ IC. അപ്പോൾ ഇത് മാറ്റിയിട്ട് നിങ്ങൾ 7805 നിങ്ങൾ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 5 വോൾട്ടായിട്ട് കിട്ടും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൽ കൊടുത്തിരിക്കുന്ന ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 4007ൻ്റെയാണ്, 4007 ഡയോഡാണ്. 4007 ഡയോഡാണ്, 4 കൊടുത്തിട്ടുണ്ട്. ഈ പവർ സപ്ലൈയിലും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും നല്ലൊരു ഗ്ലാസ് ബോക്സിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു പവർ സപ്ലൈ ആണ്. അപ്പോൾ ഇതേപോലുള്ള പവർ സപ്ലൈകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഈ കണ്ട പോലത്തുള്ള പവർ സപ്ലൈകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതേപോലുള്ള ഇത് ഞാൻ അസംബിൾ ചെയ്ത് വെച്ചിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ സപ്ലൈ എന്ന് വെച്ചാൽ 10000 MFTയുടെ കപ്പാസിറ്റർ 4 ഇട്ടിട്ട് ഒരു 40 അല്ലെങ്കിൽ 45 ആംപിയറിൻ്റെയൊക്കെ ബ്രിഡ്ജ് ഡയോഡ്, മെറ്റൽ ഡയോഡൊക്കെ ഇട്ട് ചെയ്യുന്ന ഒരു വലിയ പവർ സപ്ലൈ ആണ് ഇത്. സബിനും അല്ലെങ്കിൽ 100+100 ഒക്കെ വരുന്ന വലിയ ചാനൽ ബോർഡുകൾക്കൊക്കെ വേണ്ടി ചെയ്യുന്ന പവർ സപ്ലൈ ആണ്. ഇതിലും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു 12012 നിങ്ങൾ AC ഇവിടെ കാണാം. 12012 ഇവിടെയാണ് AC സപ്ലൈ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡ്യുവൽ സപ്ലൈ നിങ്ങൾക്ക് കിട്ടും. പ്ലസ് 0 മൈനസ് അങ്ങനെ ഡ്യുവൽ സപ്ലൈ കിട്ടും. ഇതേപോലെ ഇവിടെ 12012ൻ്റെ ഒരു ടാപ്പിംഗ് ഉണ്ട്. ഈ ടാപ്പിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 4700 2 ഡയോഡ് വിട്ട് ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നത് 2200 ആണ്. 2200 പകരം 1000ൻ്റെ ആണെങ്കിൽ ഒരു 25 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്റർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇതിൽ നിന്ന് നല്ല പ്യൂറായിട്ടുള്ള അല്ലെങ്കിൽ വേറെ നോയ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് റിമോട്ട് കിറ്റിലേക്കോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് മോഡ്യൂളിലേക്കോ ഒക്കെ ഉള്ള ഒരു സപ്ലൈ ഇതിൽ നിന്ന് കിട്ടും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇതാണ് കിട്ടുന്നത്, അതായത് 12 വോൾട്ട് DC ആണ് കിട്ടുന്നത്. ഇതിൽ ഡ്യുവൽ സപ്ലൈ അല്ല, DC സപ്ലൈ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇത് പ്ലസ് ആയിട്ടും ഇത് മൈനസ് ആയിട്ടും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇത് നല്ലൊരു ഗ്ലാസ് ബോക്സി PCB ആണ്. അപ്പോൾ ഈ PCB ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ PCB മാത്രമായിട്ട് നിങ്ങൾക്ക് മതിയെങ്കിൽ PCB ആയിട്ട് വേണമെങ്കിൽ നമ്മൾ തരുന്നതായിരിക്കും. അല്ല നിങ്ങൾക്കിത് ഈ ഒരു പവർ സപ്ലൈ അസംബിൾ ചെയ്താണെങ്കിൽ അങ്ങനെയും തരാം. ഇപ്പം PCB ഒക്കെ വാങ്ങുന്ന സമയത്ത് കുറഞ്ഞ ഒരു 10 പീസെങ്കിലും നിങ്ങൾ വാങ്ങണം. ഇതൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ പീസായിട്ടാണെങ്കിൽ നമ്മൾ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസും നമ്മളുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആംപ്ലിഫയറുകളെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് കിട്ടുവാൻ വേണ്ടി നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോയുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.